മഹാവിഷ്ണവേ നമഃ. തന്വന്തരിമഹം വന്ദേ വിഷ്ണുരൂപം ജനാർദ്ദനം യസ്യ കാരുണ്യഭാവേന രോഗമുക്തോ ഭവേജന. നിത്യായ നിരവധ്യായ രോഗമുക്തിപ്രദാനായ ഇടവെട്ട് ഋഷോഭിരായ ശ്രീ ശ്രീ ധന്വന്തരമൂർത്തേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ധന്വന്തരേ അമൃത കലശഹസ്തായ സർവ ആമയ വിനാശനായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണവേ നമഃ. തന്വന്തരിമഹം വന്ദേ വിശ്വരൂപം ജനാർദ്ദനം യസ്യ കാരുണ്യഭാവേന രോഗമുക്തോ ഭവേജന. നിത്യായ നിരവധ്യായ രോഗമുക്തിപ്രദാനായ ഇടവെട്ട് ഋഷോഭിരായ ശ്രീ ശ്രീ ധന്വന്തരമൂർത്തേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ധന്വന്തരേ അമൃത കലശഹസ്തായ സർവ ആമയ വിനാശനായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണവേ നമഃ. തന്വന്തരിമഹം വന്ദേ വിശ്വരൂപം ജനാർദ്ദനം യസ്യ കാരുണ്യഭാവേന രോഗമുക്തോ ഭവേജന. നിത്യായ നിരവധ്യായ രോഗമുക്തിപ്രദാനായ ഇടവെട്ട് ഋഷോഭിരായ ശ്രീ ശ്രീ ധന്വന്തരമൂർത്തേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ധന്വന്തരേ അമൃത കലശഹസ്തായ സർവ ആമയ വിനാശനായ ത്രൈലോക്യനാഥായ യുവാനാഭിതരാ പുനഃ സത്യമന്ത്രാഃ ഋജൂയവാ ഋഭവോ വിഷ്ട്യക്രതാഃ സംഭോ മദാസോ അഗ്മദേന്ദ്രേണ ച മരുത്വതാഃ ആദിത്യേഭിശ്ചരാജഭിः ഉദത്യं ച വസന്നവം ഭട്ടുർദേവസ്യ നിഷ്കൃതം അകർത്തചതുരാ പുനഃ തേനോ രത്നാനി ഭക്തനത്രിയാകാ ഏകമേകം സുശക്തിഭിः അധാരയന്താനയോ ഭജന്തം യയാ ദേവേഷു നിത്യം മഹാധനസ്യ പുരുഹൂത സംഹൃതി സംദൃഷ്ടം ധനമുഭയം സമാകൃതമസ്മഭ്യന്തർത്താം വരുണശ്ച മന്യൂ ഭിയന്തധാനാഹൃദയേഷു ശത്രവാൻ പരാജിതാസ് അച്യുതാനന്ദ ഗോവിന്ദ മാധവ
സച്ചിദാനന്ദ നാരായണ ഹരി അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരി അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരി ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ നീ അപ്പോട്ടോ ഇനി കൂടുതൽ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നിരവധ്യായ യോഗമുക്തിപ്രദാനായ ഇടവെട്ട് ശോഭിതായ ശ്രീ ശ്രീ ധന്വന്തരമൂർത്തേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ധന്വന്തരേ അമൃതകലശഹസ്തായ സർവ ആമിയ വിനാശനായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണവേ നമഃ. ധന്വന്തരിമഹം വന്ദേ വിഷ്ണുരൂപം ജനാർദ്ദനം യസ്യ കാരുണ്യഭാവേന രോഗമുക്തോ ഭവേജന. നിത്യായ നിരവധ്യായ രോഗമുക്തിപ്രദാനായ ഇടവെട്ട് ശോഭിതായ ശ്രീ ശ്രീ ധന്വന്തരമൂർത്തേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ധന്വന്തരേ അമൃതകലശഹസ്തായ സർവ ആമയ വിനാശനായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണവേ നമഃ. ധന്വന്തരിമഹം വന്ദേ വിഷ്ണുരൂപം ജനാർദ്ദനം യസ്യ കാരുണ്യഭാവേന രോഗമുക്തോ ഭവേജന. നിത്യായ നിരവധ്യായ രോഗമുക്തിപ്രദാനായ ഇടവെട്ട് ശോഭിതായ ശ്രീ ശ്രീ ധന്വന്തരമൂർത്തേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ധന്വന്തരേ അമൃതകലശഹസ്തായ സർവ ആമയ വിനാശനായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണവേ നമഃ. ധന്വന്തരിമഹം വന്ദേ വിഷ്ണുരൂപം ജനാർദ്ദനം യസ്യ കാരുണ്യഭാവേന രോഗമുക്തോ ഭവേജന. നിത്യായ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ
ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ. കൃഷ്ണ ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ീന്ദ്ര അസ്ഥിരേ മഹാവീർഷനോദധിഷ്വപതോതസോമം പ്രയസ്വന്വാ പ്രതിഹര്യാമതിത്വാസ്യാത്മന്തു യജമാനസ്യ കാമാ വിശ്വാനി ദേവ കവിതർദുരിതാനി പരാസുവാ യദ്ഭദ്രന്നം ആസുവാ മാന ഏകസ്നാഗസിമാദ്വയോയുഷൂ വധിയം നാശൂരഭൂരിഷു. നമ്മുടെ നാണയം കൊണ്ടുള്ള തുലാഭാരം ഭക്തരുടെ മനസ്സിൽ ഭഗവാനായിട്ട് തോന്നിപ്പിച്ച ഒരു വഴിപാടാണ് രോഗശമനത്തിന് വേണ്ടിയിട്ട്.
രോഗങ്ങൾ ശമിച്ച ധാരാളം അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് രോഗബാധിതരായി ഇവിടെ എത്തിയിട്ടുള്ള ആളുകൾക്ക് എല്ലാവർക്കും ഈ നാണയങ്ങളുടെ തുലാഭാരം സമർപ്പിക്കാനുള്ള രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ചാർജ്. 500 രൂപയാണ് നാണയങ്ങളുടെ തുലാഭാരത്തിന്. ഒരിടത്തും ആ ഒരു നിരക്കിൽ നാണയ തുലാഭാരം നടത്താൻ സാധിക്കും. ഇവിടെ എല്ലാവരും ആ ഒരു നാണയ തുലാഭാരം എടുക്കണം എന്നൊരു ആഗ്രഹമാണ് എല്ലാവർക്കും ഉള്ളത്. ഈ ഒരു തുലാഭാരം തട്ടിലിരിക്കുമ്പോൾ ഭഗവാനോട് പ്രാർത്ഥിക്കുക, എന്നെ ബാധിച്ചിട്ടുള്ള എല്ലാ രോഗങ്ങളും ഭഗവാൻ മാറ്റിത്തരണം എന്ന പ്രാർത്ഥന ഉണ്ടാവണം. തീർച്ചയായും അത്ഭുത കൃഷ്ണനായി, ഔഷധ കൃഷ്ണനായി വിരാജിക്കുകയാണ് ഭഗവാൻ. അതുകൊണ്ട് ഇവിടെ കൂടെ നിൽക്കുന്ന ആളുകളും ഈ തട്ടിലിരിക്കുന്ന ആളുടെ രോഗം മാറ്റണം എന്നൊരു പ്രാർത്ഥന ഉണ്ടാകും. ഭഗവാൻ നമ്മുടെയൊക്കെ പ്രാർത്ഥന കേൾക്കട്ടെ. ധാരാളം അത്ഭുതങ്ങൾ ഭഗവാനായി നമുക്ക് നൽകാമോ. അതുകൊണ്ട് ഇന്നത്തെ ഈ ദിവസത്തിൽ, ഈ സുദിനത്തിൽ വേദമന്ത്ര ജപമുഖരിതമായ അന്തരീക്ഷത്തിലാണ് നമ്മൾ ഈ ചടങ്ങുകളൊക്കെയും നടത്തുന്നത്. ഭവേ ഭവേ യഥാ ഭക്തി പാദവോസ്തമജായതേ തഥാ കുരുഷ്വ യോഗേശ നാദസ്ത്വം തേ യഥാ പ്രഭോ നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം നാമോ ദുഃഖശമനസ്ത്വം നമാമി ഹരിം നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം നാമോ ദുഃഖശമനസ്ത്വം നമാമി ഹരിം നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമനസ്ത്വം നമാമി ഹരിം നമാമി ഹരിം നമാമി ഹരിം കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൻ കരോമി യജ്ഞൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി നാരായണായേതി സമർപ്പയാമി നാരായണായേതി സമർപ്പയാമി. എല്ലാവർക്കും സമർപ്പിക്കാം. ധൃതി കൂട്ടണ്ട. പയ്യനെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. എനിക്കിപ്പോൾ നല്ല ആശ്വാസമുണ്ട്. ഞാൻ ഭഗവാന്റെ അടുത്ത് വന്ന് ഞാൻ ഒരാഴ്ചയെ വന്നുള്ളൂ. നമ്മുടെ പ്രാർത്ഥനയൊന്നും വെറുതെ ആവില്ല. തീർച്ചയായും മനസ്സ് നിറഞ്ഞ് ഭഗവാനോട് പ്രാർത്ഥിക്കുക. എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ഭഗവാൻ തീർച്ചയായും അകറ്റി ആയിരക്കണക്കിന് ഭക്തജനങ്ങൾക്ക് അനുഭവവേദ്യമാണ്. അതുകൊണ്ട് ഈ ചേച്ചി ബാധിച്ചിട്ടുള്ള എല്ലാ രോഗങ്ങളും ഭഗവാൻ മാറ്റിത്തരാം. ചേച്ചി ഉണ്ടാവില്ല, ചേച്ചി ഇവിടെ നിന്ന് വാങ്ങിച്ചു. ചേച്ചിക്ക് നല്ല ചേച്ചി ഡയാലിസിസ് മതി. അത് ഭഗവാന്റെ ഒരു അനുഗ്രഹമാണ്. അപ്പോൾ അങ്ങനെ ഇവിടെ വന്നിട്ടുള്ള ആളുകൾക്ക് എല്ലാവർക്കും ശശിചേട്ടൻ അവിടെ ഉണ്ട്. ഈ ഒരു ഇത് കഴിയുമ്പോൾ മതി. അപ്പോൾ മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കണം കേട്ടോ. ഈ തുലാഭാര തട്ടിലിരിക്കുന്ന ആൾ മനസ്സ് നിറഞ്ഞ് ഭഗവാനോട് പ്രാർത്ഥിക്കണം. നമ്മളെ ബാധിച്ചിട്ടുള്ള എല്ലാ രോഗങ്ങളും ഭഗവാൻ മാറ്റി തരട്ടെ. നേരത്തെ പറഞ്ഞ പോലെ 2 കിഡ്നിയും പോയി ഡയാലിസിസ് നടത്തിക്കൊണ്ടിരുന്ന ആ ചേച്ചിക്ക് വളരെ ആശ്വാസം ഉണ്ടെന്ന് പറയുമ്പോൾ തീർച്ചയായും അത് ഭഗവാനായിട്ട് നൽകുന്ന ഒരു കാരുണ്യമല്ലേ.
7 പൂജകളായി ആ ചേച്ചി കഴിയുന്നു. അപ്പോൾ അടുത്ത തവണത്തെ പൂജ 8ാമത്തെയാണ്. 8ാമത്തെ പൂജയുടെ സമയത്ത് ഭഗവാൻ ഒരു കുടം എണ്ണയാണ് സമർപ്പിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഇന്നിവിടെ എത്തിയിട്ടുള്ള ആളുകൾക്ക് രോഗശമനം പ്രദാനം ചെയ്യുന്ന ഒരു വഴിപാടാണ് ഈ നാണയം കൊണ്ടുള്ള തുലാഭാരം. നിങ്ങളുടെയൊക്കെ രോഗങ്ങൾ ഭഗവാൻ ശമിപ്പിക്കും. ഈ ചരട് ഇന്ന് ചീട്ടാക്കിയിട്ടുള്ള ആളുകൾ അവിടെ കുറച്ച് ചരട് ചീട്ടുകൊണ്ട് കൊടുത്താൽ ചരട് ചീട്ടാക്കിയിട്ടുള്ളവരും ഈ ക്ഷേത്രത്തിന് മുന്നിലേക്ക് വന്നാൽ മതി. നമ്മുടെ കല്ല് വിളക്കുണ്ടല്ലോ, അവിടുന്ന് ശ്യാമള ചേച്ചി ഇപ്പോൾ ചരട് നൽകുന്നുണ്ട്. പൂജിച്ച ചരടാണ്, ചീട്ടാക്കി കൊണ്ടുവന്നാണ്. ഇപ്പോൾ പ്രാർത്ഥനകൾക്ക് മനസ്സോട് കൂടിയിട്ട് നാണയം കൊണ്ടുള്ള തുലാഭാര തട്ടിൽ ഇരിക്കുന്ന ആളുകളുടെ ആ രോഗശാന്തിക്ക് വേണ്ടി നമ്മളും പ്രാർത്ഥിക്കാം. തീർച്ചയായും നമ്മുടെ ലോകമെങ്ങും പ്രവർത്തി നിറയ്ക്കാൻ വേണ്ടി അവതരിച്ചതാണ് ഭഗവാൻ. അതുകൊണ്ട് ഈ ഒരു പ്രാർത്ഥന, ഈ ഒരു നാണയ തുലാഭാരം ഒരു ഭക്തിയുടെ മനസ്സിൽ തോന്നിച്ചതാണ്. ഭക്തിയുടെ മകളുടെ വയറ്റിലൊരു മുഴയുണ്ടായിരുന്നു. അത് ഓപ്പറേഷൻ നടത്തണമെന്ന് പറഞ്ഞപ്പോൾ ഭഗവാന് വേണ്ടിയിട്ട് നാണയ തുലാഭാരം നേർന്നു വന്നപ്പോൾ ആ ഒരു വഴിപാട് ഇവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ആ വഴിപാട് ഇവിടെ ആരംഭിക്കുന്നത്. അതിനുശേഷം സ്കാൻ ചെയ്തപ്പോൾ ആ മുഴ അപ്രത്യക്ഷമായി. അപ്പോൾ അങ്ങനെ അത്ഭുത കൃഷ്ണനായി, ഔഷധ കൃഷ്ണനായി മരുവുന്ന ഭഗവാൻ ഒന്ന് പതുക്കെ നൽകുക. അതുപോലെ പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ഭഗവാനെന്ന് വിചാരിക്കും. അപ്പോൾ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ ഭഗവാൻ സാധിച്ചു തരട്ടെ. ഭക്തിയോടുകൂടി, വിശ്വാസത്തോടു കൂടി നമ്മൾ ആ ഒരു ആഗ്രഹം ഭഗവാനോട് പറയാനുള്ള സമയമാണ്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ വേദജപം ആരംഭിക്കുകയാണ്. ഭാഗ്യപ്രദം. കഴിക്കണം.
ഭഗവാൻ സാധിച്ചതിന്റെ ആഗ്രഹം സാധിച്ചു കഴിയുമ്പോൾ ഭഗവാൻ ഇപ്പോൾ നൽകുന്ന പട്ടിപ്പൊഞ്ച് നാണയങ്ങൾ തിരികെ ധാരാളം ആളുകളിൽ നിന്ന് ഓൺലൈനായി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ നാണയപ്പറയും ഇതിനുശേഷം എടുക്കാൻ പോവുകയാണ്. അതുകൊണ്ട് എല്ലാവർക്കും ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. നമ്മുടെ ഈ ക്ഷേത്രത്തിൽ സർപ്പത്തിന് ശേഷം സർപ്പരാജാവ് ഈ വരുന്ന ബുധനാഴ്ചയാണ് സർപ്പപൂജ നടത്താൻ പോകുന്നത്. ഒന്ന് അയച്ചെന്നു തിരുമേനിക്കുള്ള ദക്ഷിണ എഴുതും. മാധവൻ തിരുമേനിക്കുള്ള ദക്ഷിണ എഴുതും. ശരിക്കും തൊഴുത്ത് പാ ഈ ഉപരിയെല്ലാം സമർപ്പണം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ ജനത്തിലും ഉണ്ടാവട്ടെ. നാണയപ്പ സമർപ്പിക്കുന്ന നാണയപ്പ എടുത്താവും. അതിനുശേഷം നമുക്ക് പട്ടിപ്പൊഞ്ച് നാണയമാണ്. ആ നാണയം വീടുകളിലോ അല്ലെങ്കിൽ പൂജാമുറിയിലോ അതിനുശേഷം ആളുകൾ സാധിച്ചിട്ടുള്ള എല്ലാവരെയും ആഗ്രഹം ഭഗവാൻ സാധിച്ചു തരട്ടെ. നമ്മുടെ ഇന്നത്തെ ഈ ഒരു വേദമന്ത്രിക ജപമംഗിതമായ അന്തരീക്ഷത്തിൽ നടത്തുന്ന നാണയപ്പോൾ വളരെ വിശേഷമാണ്. അപ്പോൾ അത് ഏത് ആഗ്രഹത്തിനും ഭഗവാന് മുന്നിൽ സമർപ്പിക്കാവുന്ന ഒരു വഴിമാണ്. ഈ വരുന്ന 12-ാം തീയതിയാണ് നമ്മുടെ സർപ്പപൂജ. അപ്പോൾ അതുകൊണ്ട് സർപ്പപൂജയ്ക്ക് 50 രൂപയാണ്. ഊർപ്പാല് 30 രൂപ, മഞ്ഞൾപ്പൊടി 30 രൂപ, മുൻകൂട്ടി നമ്മുടെ പേരിൽ നാളെ നമുക്ക് ഭഗവാൻ അഭിഷേകത്തിന് വേണ്ടി ആ മഞ്ഞൾപ്പൊടിയാണ്. സൗഖ്യ അഭിഷേകശക്തി പൂജ വരുന്നത് മതി ചേച്ചി നടക്കാനുള്ളത് 2024 കർക്കിടകത്തിലെ ഔഷധ വന്ന് ഞാൻ വന്ന് ചേച്ചി മരുന്ന് മേടിച്ചുകൊണ്ട് പോയത്, ഔഷധം മേടിച്ചുകൊണ്ട് കൊടുത്തു. പിന്നെ ഒരു പിന്നത്തെ മാസം ചേച്ചി വന്ന് തൊഴുതായിരുന്നു. പിന്നെ എല്ലാ മാസവും ഞാൻ വന്ന ഔഷധ സേവയിൽ പങ്കെടുക്കുകയും മരുന്ന് മേടിച്ച് ചേച്ചി കൊണ്ടുകൊടുക്കുകയും ചെയ്യായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം ചേച്ചിക്ക് നല്ല ആശ്വാസമുണ്ട്. ഇപ്പം ചേച്ചി ഭഗവാനെ കണ്ടു തൊഴണമെന്ന് പറഞ്ഞ് കൂടെ വന്നതാണ്. ഇപ്പം 7 ഔഷധം കഴിച്ച് ഇപ്പം അതിന് അസുഖത്തിന് നല്ല ആശ്വാസമുണ്ട്. ഭഗവാന് 1000 നന്ദി പറയാണ്. നന്ദി പറഞ്ഞാൽ തീരൂല. എന്നാലും ഞാൻ എൻ്റെ മനസ്സും നിറഞ്ഞ് ഹൃദയത്തിൽ തൊട്ട് ഭഗവാന് നന്ദി പറയുന്നു. അർച്ചം പറ്റി തൊട്ട് കഴുകും. ശരിക്കും പ്രാർത്ഥിച്ച് പറയാനനുസരിച്ച് എല്ലാവർക്കും നമ്മുടെ ഫോൺ നമ്പർ പേര് ഇവിടെ നൽകിയ വാട്സാപ്പിന്റെ ബ്രോഡ്കാസ്റ്റ് വഴി ക്ഷേത്രത്തിന്റെ വിശേഷം അറിയാൻ വാട്സാപ്പ് ബ്രോഡ്കാസ്റ്റ് ക്ഷേത്ര വിശേഷം അറിയാനായിട്ട്
നമുക്ക് ഇന്ന് നാണയപ്പറ വളരെയധികം വഴിപാടുകളുണ്ടായിരുന്നു. അതിനുശേഷം ഓൺലൈനായിട്ട് വന്ന ഏതാണ്ട് 38ഓളം നാണയപ്പറ ഇപ്പം നിറച്ചുകൊണ്ടിരിക്കുകയാണ്. നിറയ്ക്കുന്നത് നമ്മുടെ ഇവിടുത്തെ വന്ന ഭക്തജനങ്ങളും ഇവിടുത്തെ കമ്മിറ്റി അംഗങ്ങളുമൊക്കെയാണ്. ഓൺലൈനായിട്ട് വന്ന ഏതാണ്ട് 38ഓളം നാണയപ്പറയാണ് ഇപ്പോൾ നിറച്ചുകൊണ്ടിരിക്കുന്നത്. 38 പേരുടെ പേരിലും നാളിലും നിറയ്ക്കുകയാണ്. ഇവിടെ ഇത് നാണയപ്പറയുടെ ആണോ? നാണയപ്പറ തുലാഭാരം ഇല്ല, നാണയ തുലാഭാരത്തിൻ്റെ ആണോ കൊടുക്കുന്നത്? ഇത് നാണയപ്പറ നിറയ്ക്കുന്നതല്ലേ? എന്നാലും നമ്മുടെ പൂജയ്ക്ക് ചേരട്ടെ. അങ്ങനെയുണ്ടോ? അങ്ങനെയുണ്ടോ? അങ്ങനെ ഇല്ലല്ലോ. പറയാറിക്കാം എപ്പോ ചേർന്ന് വരും. പൂഷ്പിക്കണം.